ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഏഴാമത്തെ വീടും ഞാൻ മാറിയപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഞാൻ ഇവിടുന്ന് മാറുകയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്കുള്ളൂ മാറുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെ വീട് പണി തുടങ്ങാൻ വിചാരിച്ചു. തറ നമ്മൾ ഇട്ടിട്ട് 5 വർഷമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ 7ഓളം വീടുകൾ മാറിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളെ സ്ഥലമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട്, അത് ഇവിടെ ആകെ പൊന്ത മൂടി തറ ഉണ്ട് തന്നെയുള്ള ഉണ്ടായിരുന്നു, ആകെ പൊന്ത മൂടി കാട് പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റിലൊരാളെ വിളിച്ചിട്ട് നമ്മളവിടുത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടിച്ചു. അതിൻ്റെ ശേഷം നമ്മൾ JCB കൊടുന്ന് മൊത്തം ഒന്ന് മാന്തി ലെവലാക്കിയിട്ടു. അങ്ങനെ നമ്മളെ കട്ടില വെക്കലൊക്കെ ഉറപ്പിച്ചു. കട്ടില വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിലൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ഒരു ബിസിനസ് തുടങ്ങി. അൽഹംദുലില്ലാ ഒരു 3 മാസമായപ്പോഴേക്കും തന്നെ ഏകദേശം ഒരു ചെറിയൊരു പൈസ എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഉള്ള പൈസക്കനുസരിച്ചിട്ട് നമുക്ക് ആയിട്ട് പണി തുടങ്ങിയിട്ട് കരാറ് കൊടുക്കുമ്പോൾ ലക്ഷങ്ങൾ വേണം. അപ്പോൾ കൂലിക്ക്, അതായത് നമ്മളടുത്ത് ഉള്ള പൈസക്കനുസരിച്ചിട്ട് സാധനങ്ങൾ ഇറക്കുക, കൂലിക്ക് ആളെ വെക്കുക. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇറക്കി കട്ടില വെക്കൽ നമ്മൾ നിശ്ചയിച്ചു. അങ്ങനെ കട്ടിലെടുത്ത് പിന്നെ നമ്മൾ ജനലെടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ സിമെൻറ്റിൻ്റെ ജനലും ഇരുമ്പിൻ്റെ കട്ടിലയാണ് നമ്മൾ എടുത്തത്. അതാകുമ്പോൾ ചിലവ് കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിസിനസ് തുടങ്ങി ഒരു 3-4 മാസം കൊണ്ട് തന്നെ വീട് പണി തുടങ്ങി വെക്കാനുള്ളൊരു പൈസ കയ്യിൽ വന്നു. ആ ഒരു സമയത്താണ് നമ്മളൊരു വീഡിയോ ഷെബി വ്ളോഗ്സ് പറഞ്ഞ ചാനലിൽ വൈറലായത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകൾ അച്ചാർ വാങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്തു. അല്ലാതെ പൈസ തന്നിട്ടല്ല. പൈസ തന്നിട്ട് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ, ചെറുത്, വളരെ ചെറുത്. പക്ഷെ നമുക്ക് പലതുള്ളി പെരുവെള്ളം പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് എന്ത് ചെറുത് കിട്ടിയാലും നമുക്ക് അത് ഒരു വലിയ ഉപകാരം തന്നെയാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ആ ഒരു വീഡിയോ കണ്ട് അച്ചാർ വാങ്ങി ഹെൽപ്പ് ചെയ്തു കേട്ടോ. കുറേ പേര് എന്നോട് പറയും ചെയ്തു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്തെയൊന്നും പറയാതിരുന്നിരുന്നു. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ആരോടും എൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ട് പറയലില്ല. നമ്മളെ കണ്ടറിഞ്ഞ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ആ ഒരു സഹായം സ്വീകരിക്കും. അങ്ങനെ നമ്മളെ കട്ടില വെക്കലൊക്കെ കഴിഞ്ഞ് പടവ് തുടങ്ങി. നമ്മളെ ദിൽഷക്കും ഐഷുവിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2 നേരം നനക്കാൻ പോകുമ്പോൾ ഓല് 2 ആളും പോരും. ഓലെ കൊണ്ട് പറ്റണ പോലെ ഓല് ഹെൽപ്പ് ചെയ്യും. അൽഹംദുലില്ലാ നമ്മളെ പടവൊക്കെ തുടങ്ങി ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡെയിലി വൈകുന്നേരം കച്ചവടത്തിന് പോവും. ആ കിട്ടണ പൈസ കൊണ്ട് കൂലി കൊടുക്കും. സാധനങ്ങൾ കുറച്ച് ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ കറണ്ടില്ലാതെ വന്നപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ വീടല്ലേ, എല്ലാവരും പറഞ്ഞു ഒരു നേരം നനച്ചിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇനി നന കുറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ അവിടെ ഡ്രമ്മിൽ ആ ഒരു മോട്ടർ അടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബക്കറ്റ് കൊണ്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ നനക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ഇതുപോലെ നനച്ചിരുന്ന് പറയണത് കേൾക്കാം. ഓസ് പൈപ്പ് പിടിച്ചിട്ട് അതേപോലെ ഇങ്ങനെ മുക്കി പറഞ്ഞിട്ടൊക്കെ നനച്ചിന്ന് പറയണേക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ നനക്കാൻ വിചാരിച്ചിട്ട്, എന്നാലും നന കുറയണ്ട വിചാരിച്ചിട്ട് അങ്ങനെ നനക്കാൻ പോരാ. അപ്പോൾ നമ്മൾ ഐഷും പിന്നാലെ തന്നെ ഉണ്ട്. ഒക്കെ സ്വന്തമായിട്ടൊരു വീട് പറഞ്ഞ പോലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്. അപ്പോൾ രാവിലെ നനക്കാൻ നേരത്തെ പോരും. പക്ഷേ നമ്മളിങ്ങനെ കറണ്ട് വരുമോ നോക്കി നിന്നിട്ട് കുറച്ച് വെയിലായിട്ടോ. അപ്പോൾ വെയിലും ആയപ്പോൾ നമ്മൾ നനക്കുമ്പോൾ കുറച്ച് ഇത്രയും നമ്മൾ വെള്ളം മുക്കി ഒഴിച്ചിട്ടാകുമ്പോൾ ഭയങ്കര കുറച്ച് ക്ഷീണം വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നനയൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. പിന്നെ വൈകിട്ട് ഞങ്ങൾ വന്നിട്ട് നന്നായിട്ട് ഓസ് പിടിച്ചിട്ട് നല്ലോണം നനച്ചു കൊടുത്തു. കാരണം രാവിലെ നമ്മൾ അങ്ങനെയല്ലേ നനച്ചിട്ടുള്ളൂ. ഉച്ചക്ക് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓസൊക്കെ പിടിച്ച് നനച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ സാധാരണ ഇക്കയാണ് നനക്കാൻ പോരൽ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ഒരു കാറ്ററിങ് വർക്ക് കിട്ടിയപ്പോൾ ഇക്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ദിലു ഐഷും കൂടി അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മളെ ദിലു ആണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ ലിൻഡൽ വാർപ്പിൻ്റെ അന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ലിൻഡൽ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പടവൊക്കെ കംപ്ലീറ്റ് ആയി. ഏകദേശം ഒരു 2 ആഴ്ച അങ്ങനെ ഇട്ടു നനക്ക് വേണ്ടിയിട്ട്. പിന്നെ പൈസയും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പൈസ ഏകദേശം ഇങ്ങനെ നമ്മൾ കച്ചവടമൊക്കെ ചെയ്ത് ആയി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലൈഫ് മിഷനിൽ ഒരു ചെറിയ സംഖ്യ കിട്ടി. 40,000 രൂപ അവരും തന്നു. അതായത് തറൻ്റെ പൈസ അവർ തന്നു കേട്ടോ.
40,000 രൂപ. അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ട് അങ്ങനെ ലിൻഡൽ വാർപ്പ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് മെയിൻ വാർപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഓക്കെ.